ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനിനെ ചവറ്റുകൊട്ടയിലേക്ക് മറിച്ചെറിഞ്ഞവരെ, ദീനിനെ തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവരെ, ഖുർആനോദാതെ ദിക്ർ ചൊല്ലാതെ നമസ്കരിക്കാതെ ഇബാദത്തുകൾ കണിശത വെക്കാതെ കടിച്ചും രസിച്ചും ദുനിയാവിൽ അടിച്ചു പൊളിച്ചവരെ, ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. നാളെ മഹ്ശറിൽ ശുപാർശ ചെയ്യുന്ന ഒരാളുടെയും ശുപാർശ അല്ലാഹു അവരുടെ വിഷയത്തിൽ സ്വീകരിക്കുകയേ ഇല്ല, പ്രയോജനപ്പെടുകയേ ഇല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരാൾ നമ്മളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവൂല. അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ട ജീവിതം ഈ ദുനിയാവ്, 60-70 വയസ്സുള്ള കാലഘട്ടം ആവശ്യമില്ലാത്തതിലേക്കൊന്നും തിരിയണ്ട. ഇപ്പോൾ തന്നെ താടി രോമവും തലയിലെ രോമവും ഒക്കെ നരച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും നന്നായിക്കും. 40 കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചു. 40 കഴിഞ്ഞ ആളുകൾ ഇനിയും പഴയ സ്വഭാവത്തിലായി നടക്കരുത്. അശ്ലീലത കണ്ടുകൊണ്ട് നടക്കരുത്. വെറുതെ ആവശ്യമില്ലാത്ത ചാറ്റിംഗ് ചെയ്ത് നടക്കരുത്. ആവശ്യമില്ലാത്ത ഫോൺ വിളിയുമായി നടക്കരുത്. എല്ലാ അശ്ലീലതകളും ഒഴിവാക്കിക്കോ. എപ്പോൾ വേണമെങ്കിലും നമ്മളിതാ മരണത്തിലേക്ക് പോകാം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇനി എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു തസ്ബീഹ് ഉണ്ടാവട്ടെ, ഒരു ദിക്ർ ഉണ്ടാവട്ടെ. എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളട്ടെ. ദിക്ർ മൗറാദും ഒക്കെ മുറുകെ പിടിക്കണം. നിസ്കാരം 5 വഖത്ത് ജമാഅത്ത് ശ്രദ്ധിക്കണം, വലിയ ഖൈറാണ്. നിസ്കാരം തന്നെ കൃത്യമാക്കിയാൽ തന്നെ എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിയുമെന്നാണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തൊട്ട് തടയും നിസ്കാരം. നിസ്കാരം കറക്റ്റ് ആക്കണം. വല്ലപ്പോഴുള്ള നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, എപ്പോ തോന്നുമ്പോൾ നിസ്കരിക്കണം, അങ്ങനെ ആകാൻ പാടില്ല. നിസ്കാരം ബാങ്ക് വിളിച്ചാൽ അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന ഒരു ശീലം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടായാൽ 99% 100% എല്ലാ തെറ്റുകളെ തൊട്ടും തടയും. ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം 5 വഖത്ത് കൃത്യമാക്കണം. പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ തന്നെ ബാങ്ക് വിളിച്ചാൽ കൃത്യമായി നിസ്കരിക്കുക. സ്ത്രീകൾ അവ്വൽ വഖത്തിൽ തന്നെ വീട്ടിൽ തന്നെ നമസ്കരിക്കുക. അത് തന്നെ ഏറ്റവും ഖൈറാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനേ, പള്ളിയിലല്ലാതെ നിനക്ക് നിസ്കാരമേ ഇല്ല. നീ നിസ്കരിക്കേണ്ടത് പള്ളിയിലാണ്. ബാങ്ക് വിളിച്ച ഉടനെ പള്ളിയിലേക്ക് വരണം പുരുഷന്മാര്. സ്ത്രീകളോ അവ്വൽ വഖത്തിൽ നമസ്കരിക്കണം. പിന്നത്തേക്ക് ആ പരിപാടി പറ്റൂല. എന്തുകൊണ്ട്? ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം എന്നുള്ളത് സമയബന്ധിതമാണ്, സമയത്ത് നിസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തോന്നുമ്പോൾ നിസ്കരിച്ചാ പോയി, അലസത വന്നാ പോയി. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നരകത്തിന്റെ ഒരു ചെരുവാണ് വൈരി എന്ന് പറയുന്ന ഭാഗമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കരിക്കുന്നവർക്ക് നരകത്തിന്റെ ഒരു ചെരുവ് തന്നെയുണ്ട്, ഒരു വലിയ കുണ്ടാണ്, താഴ്വരയാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖഅറുൻ ഫീ ജഹന്നം. ജഹന്നം എന്ന നരകത്തിന്റെ ഒരു വലിയ കുണ്ടാണ്, ഒരു ചെരുവാണത്, വൈൽ എന്ന് പറയുന്ന പ്രദേശം. നിസ്കരിക്കുന്നവർക്കാണത്. നിസ്കരിക്കുന്നവർക്ക് എങ്ങനെ നിസ്കരിക്കണമെന്ന്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും അൻ
സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ തൊട്ട് അലസതയാണ്, നിസ്കാരത്തെ തൊട്ട് മടിയാണ്, അലസതയാ. താല്പര്യമില്ലാതെ മനസ്സില്ലാതെ മടിയോടുകൂടി നമസ്കരിക്കുന്നവരില്ലേ, അവർക്ക് നരകമാണ്, നരകമാണ്. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ മടിയാണ്. ഉമ്മ പറയാം മോളെ നിസ്കരിക്കുക, പാപ്പ പറയാം മോനെ നിസ്കരിക്കുക. അപ്പൊ അവരുടെ ശല്യം കൊണ്ടോ നിസ്കരിച്ചില്ല എന്തൊരു, അങ്ങനെ ഒരു മനസ്സില്ല മനസ്സോടുകൂടിയാണോ നീ നിസ്കരിക്കുന്നത്? താല്പര്യമില്ലാതെയാണ് നിസ്കരിക്കുന്നത്, എന്നാൽ തന്നെ നരകം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല പറയുന്നത്, നിസ്കരിക്കാത്തവരെ കുറിച്ച് ചർച്ച തന്നെയില്ല. അവർക്ക് എന്തായാലും നരകാൻ, ശാശ്വതമാണ് നരകം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കുന്നുണ്ട് പക്ഷേ അലസതയും മടിയും വെച്ച് നമസ്കരിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ, അവർക്ക് നരകത്തിന്റെ ഒരു ചെരുവാണ് ഹബീബായ റസൂലുള്ളാഹി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിക്കുന്നു, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ആയാ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ തൊട്ട് മടിയുള്ള, അലസതയുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ് ഹബീബേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമറേ അല്ലദീന യുഅഖിറൂന സ്വലാത്ത അൻ ഔഖാതിഹാ. മടിയുടെ ഒന്നാമത്തെ ലക്ഷണം, നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ അവ്വൽ വഖത്തിൽ നമസ്കരിക്കില്ല. നമസ്കാരത്തെ പിന്തിക്കുന്ന ആളുകളാണ്. നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നമസ്കാരത്തെ പിന്തിച്ചാണ് നമസ്കരിക്കുന്നത്. അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർക്ക് നരകത്തിന്റെ ഒരു ചെരുവ് തന്നെ അല്ലാഹു സമ്മാനിക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അല്ലദീന യുഅഖിറൂന അൻ ഔഖാതിഹാ, അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. നരകം എന്ന് പറഞ്ഞ വിഷയം ചെറുതല്ല.